ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് പഠിപ്പുരേക്കുള്ള നല്ല സൂപ്പർ ഒരു വീടാണ്. മുറ്റത്ത് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാം. കാർ പോർച്ച് ഉണ്ട്, ഷട്ടറൊക്കെ ഇട്ട നമുക്ക് വണ്ടി അടച്ച് സൂക്ഷിക്കാനുള്ള കാർ പോർച്ചൊക്കെ ഉണ്ട്. മുറ്റത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. എന്താ ഒരു ലുക്ക് നോക്കി, നല്ല അടിപൊളി ഒരു വീടെന്ന് വെച്ചാൽ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, കാരണം ഒരുപാട് പ്രത്യേകതയുള്ള വീടാണിത്. ഇതിന്റെ ഇന്റീരിയലൊക്കെ നിങ്ങൾ കാണാണ്ട് പോരുത്, കാരണം നിങ്ങൾ ഇതേപോലത്തെ ഇന്റീരിയൽ കണ്ടിട്ടുണ്ടാവില്ല. അതേപോലത്തെ സെറ്റപ്പിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം. ഇത് നമ്മുടെ ചെടിത്തോട്ടത്തിലൊക്കെ നടക്കാനുള്ള ഒരു വഴിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. ഇത് റിക്വസ്റ്റ് ആണ്, ഇത്രയും നല്ല വീടാണ്, ദയവായി എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പൊ ഞങ്ങളൊരു 260 മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വിൽക്കാനുള്ള വീടുകളുടെ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യണത്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷൻ മറ്റ് ചെലവുകളും ഇല്ലാണ്ട് വീടിന്റെ ഓണറോട് നേരിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. കണ്ട ഈ വീടിന്റെ ഒരു സെറ്റപ്പ് വേണ്ട, നല്ല അടിപൊളി വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീടാണ്. ഇതിന്റെ സിറ്റ് ഔട്ടൊക്കെ കണ്ടോട്ടാ, സിറ്റ് ഔട്ട് വരെ അത്രയും ഗ്രാൻഡാണ്. ഞാനിത് വെറുതെ പറയില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇതിന്റെ അകത്ത കിച്ചണും ഹാളും ഡൈനിങ് ഹാളൊക്കെ എല്ലാം അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡാണ്. നിങ്ങളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഈ വീഡിയോ കണ്ടോളാം, കാരണം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. സിറ്റ് ഔട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ പുറത്തു വന്ന് കണ്ടാലും ആരും നോക്കും, അത്രയും ഭംഗിയിലാണ് ഈ വീട് ഒരുക്കിയേക്കണം. ഇതിന്റെ അകത്തോട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോട്ടാം. അതും എല്ലാം ഒന്നിനും നമ്മ ഇങ്ങാട് കയറി ചെന്നാലും എല്ലാം ഗ്രാൻഡാണെന്നുള്ളത്. ഈ വീടിനാണെങ്കിൽ ഞാൻ ഒരുപാട് പ്രത്യേകതകൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരേ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഒരേ പ്രത്യേകത. കാരണം നമ്മൾ ഇതേപോലത്തെ ഒരു വീട് വേറെ കാണാൻ വഴിയില്ല. കാരണം ഈ വീടിന്റെ ഓണർ ഒരു ബിൽഡറാണ്. അപ്പോൾ പുള്ളി വെളിയിലൊക്കെ ഒരുപാട് പോണ എക്സിബിഷനും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റി വീടുണ്ടെന്നുള്ളത്. പുള്ളി ഇവിടുന്ന് താമസം പുറത്തോട്ട് മാറണം, അത് കാരണം മാത്രമാണ് വീട് വിൽക്കണത്, അല്ലെങ്കിൽ വീട് വിൽക്കൂല. ഇത് കണ്ട ഇതിന്റെ സീലിങ്ങും കാര്യങ്ങളൊക്കെ കാണണം. കണ്ട എന്താണെന്ന് ഒരു എക്സിക്യൂട്ടീവ് എന്നല്ല ഗ്രാൻഡ് എന്ന് പറയാം. അതിന് മേളിൽ എന്തെങ്കിലുമൊക്കെ പറയണം. അത്രയും സെറ്റായിട്ടാണ് ഈ വീട് നിർമ്മിച്ചേക്കണം. അത് നല്ല വൃത്തിയും വെടിപ്പും എങ്ങനെ എന്താ പറയണം, അത്ര അടിപൊളി തന്നെ പറയണം. ഇതിന്റെ സ്റ്റെയർ കേസൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. വീടിന്റെ എവിടെ നോക്കിയാലും നമുക്കൊരു എന്താ ഒരു മടുപ്പ് തോന്നൂല, അത്രയും ഭംഗിയായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം. ഇനി ഒരു ഡൈനിങ് ഹാള് നിങ്ങൾ നോക്കിക്കോട്ടെ, കിച്ചണൊക്കെ വേറൊരു ലുക്കാണ്. ഇത് ഡൈനിങ് ഹാൾ ഇപ്പൊ ആദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ വീടിനുള്ളത് ഓപ്പൺ കിച്ചൺ കണ്ട, ഈ ഓപ്പൺ കിച്ചന്റെ ഒരു ഫെസിലിറ്റി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ട അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റപ്പായിട്ട് അറേഞ്ച് ചെയ്തേക്കേണ്ട വീട്. ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഡൈനിങ് ഹാളിൽ നിന്നുള്ളത്. അതും കണ്ടില്ല, നല്ല അത് കംപ്ലീറ്റ് വാൾട്ടയിലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയൊക്കെയാണ്. അതിനോട് ചേർന്നൊരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഒരു ലുക്ക്. സൈഡിൽ ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അവിടേക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, മനസ്സിലൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരിക്കുള്ളൂ. കാരണം ഒരു എന്താ ഒരു ഉന്മേഷം തോന്നുന്നൊക്കെ പറയൂലേ. ഇനി ഇതിന്റെ ഇതുണ്ട്, ഇവിടെ ഒരു സ്ലാബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ലാബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇത് നമുക്ക് ലിവിങ് റൂമിലോട്ടുള്ള ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഇട്ടേക്കണത്. ഇതാണ് നിങ്ങൾ കിച്ചന്റെ ഒരു സെറ്റപ്പ് നോക്കി, വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് കിച്ചൺ. അത് ഓപ്പൺ കിച്ചണാണ്. അത്യാവശ്യം എല്ലാ സൗകര്യമുള്ളൊരു വീടാണിത്. ഇനി ഇതിൻ്റെ ഓരോ റൂമുകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എന്താ പറയുക അത്ഭുതപ്പെട്ടു പോകും. കാരണം എല്ലാവരും ഒരെണ്ണത്തിനും ഒന്ന് കോപ്പി അടിച്ചതല്ല, എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കണം. ഇത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കിച്ചൺ. ഇതൊക്കെ തുറന്ന് കാണണം, അത്രയും സൗകര്യമാണ്. കാരണം അതിൻ്റെ അകത്തൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ വെക്കാനും തുറന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇനി ഉണ്ടാകുന്ന വരെ നമുക്ക് തോന്നിപ്പോവും. അത്രയും അടിപൊളിയായിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തേക്കണം. കാരണം ഒരു വീടിന്റെ ഏറ്റവും വൃത്തിയായിട്ടിരിക്കേണ്ട ഭാഗം കിച്ചണാണ്. ആ കിച്ചന്റെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കൂടത്തെ ഒരു സെറ്റപ്പാണ്. അതല്ല എല്ലാം നല്ല ഭംഗിയും അതേ കൂടെ സൗകര്യവും.
ഇവിടെ നിങ്ങൾക്ക് ഒരു തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വീടിന്റെ പാല് കാച്ചിന് മാത്രമാണ് അവിടെ തീ കത്തിച്ചത്. ഇത് കണ്ട അതിന്റെ ആണെങ്കിൽ തീ കത്തിക്കുന്ന കാരണം വാള് കംപ്ലീറ്റ് ടൈലൊട്ടിച്ചേക്കണം. അവിടെ കരിയൊന്നും പുകയൊന്നും പിടിക്കാതിരിക്കാനേ. അപ്പൊ എന്തെങ്കിലും ഇതായപ്പോഴും നമുക്ക് തുടച്ചാൽ പോകും. ഇനി നമുക്ക് ഈ വീടിന്റെ ഒരു റൂമുകളായിട്ട് കാണാം. ഈ വീടിന് വേറെ പ്രത്യേകമുണ്ട്. ഈ വീടിനൊരു എന്റർടൈൻമെന്റ് റൂം ഉണ്ട്. അത് നമുക്ക് ടി വി കാണാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ റൂം സെറ്റ് ചെയ്തേക്കണം. ഈ വീടിന് 3-4-5 റൂം ഉണ്ടല്ലോ. 4 ബെഡ്റൂം തന്നെ ഉണ്ട്. അതാണ് ടി വി ഏരിയ. ഇവിടെയാണ് നിങ്ങൾ ടി വി കാണാനൊക്കെ ഇരിക്കണം. അത് CCTVയുടെ വിഷ്വൽ കാണാൻ വേണ്ടിയുള്ള ഒരു ടി വിയാണ്. അതൊക്കെ വെളിയിലൊക്കെ ആരെങ്കിലും വന്നാലും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. വീടിന്റെ പരിസരത്ത് ആര് വന്നാലും നമുക്ക് ഈ എന്റർടൈൻമെന്റ് റൂമിൽ നീണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സെറ്റപ്പ് എല്ലാവരും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നമുക്ക് ഓരോ ബെഡ്റൂം കാണാം. ഇനി ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. എല്ലാത്തിനും കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമും കാര്യങ്ങളും എല്ലാം AC ആണ്. ഈ വീട് മൊത്തം AC ആണ്. നമ്മ ഒരു ചെറിയ റൂമായിട്ട് മാത്രം പറയണ്ട, എല്ലാം AC ഫിറ്റ് ചെയ്തേക്കുന്നു. കണ്ട സീലിംഗ് വർക്കും എല്ലാം ചെയ്ത് നല്ല എന്താ പറയണത്, നല്ലൊരു പോഷ് ഹോട്ടലിൽ താമസിക്കുക. ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു താമസിച്ചിട്ട് ആ ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ. ഇത് കണ്ട ഇത് ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് കബോർഡ് ഒരെണ്ണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ളൊരു ഡ്രസ്സിങ് ഏരിയ. കണ്ട നല്ല വലിപ്പമുള്ള ബാത്റൂം. ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എല്ലാ ബാത്റൂമും, അതായത് ബെഡ്റൂമിന്റെ എല്ലാ ബാത്റൂമും നല്ല വലിപ്പമുള്ള ബാത്റൂംസ് ആണ്. ഇടുങ്ങിയ ഒരു ബാത്റൂം സെറ്റപ്പ് കൂടി ഇല്ലെന്നുള്ളത്. എല്ലാ റൂമിനും നല്ല വലിപ്പമാണ്. ഇനി ഇതിന്റെ മെയിൻ ബെഡ്റൂം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരുന്നാടാനുള്ള ഒരു തൂക്ക് കസേരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ചെയ്തേക്കുന്ന ഒരു വീടാണ്. ഈ വീട് 3400 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിനകത്ത് ഏകദേശം 5 റൂമുണ്ട്, 2 ഹാള്, ഡൈനിങ് ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി. 3400 സ്ക്വയർ ഫീറ്റും. ഇതാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. സൈഡിലൊക്കെ അത്യാവശ്യം കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇതേ കൂട്ടത്തേക്ക് ചുരുക്കം ചില വീടുകളിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനും ഉപയോഗിക്കാനൊക്കെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇതിന് ചെറിയ വേറൊരു ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതാണ്. ഇതുണ്ട് ഇവിടെയും ഡ്രസ്സിങ് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ട് ഇതിന്റെ ഈ മെയിൻ ബെഡ്റൂമിന്റെ ബാത്റൂമാണ്. ഇത് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് 2 ആക്കിയിട്ടുണ്ട്. വെറ്റ് ഏരിയയും ടോയ്ലറ്റ് ഏരിയയും, വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും നല്ല ഗ്രാൻഡായിട്ട് ചെയ്തേക്കണം. ഇത് നമുക്ക് ഇതിന്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാം. ഇത് നമുക്ക് പതുക്കെ മുകളിലോട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്റ്റെയർ കേസ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. നല്ല പാല് പോലെ ഇരിക്കണ വൈറ്റ് ഇതാണ്. നാനോ വൈറ്റ് ആയിട്ട് കൊണ്ട് ഉപയോഗിച്ചേക്കണം. നല്ല വൈറ്റ് ആണ്. അത് ബ്ലാക്കും വൈറ്റും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ വീഡിയോ കാണുന്നത് നേരിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ലുക്കാണെന്നുള്ളതാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതാണ് ഏറ്റവും വലിയ അതിന്റെ ഭംഗി അറിയുള്ളൂ. ഇതാണ് മുകളിലത്തെ നമുക്ക് കയറി ചെല്ലുന്ന ഹാളാണിത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ള ഹാളിൽ സ്പോട്ട് ലൈറ്റാണ് കൊടുത്തേക്കണം. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ഇതാണ് ഇവിടെ ചെയ്തേക്കണം. ഇവിടെ ഞാൻ ഒരു ഐറ്റംസ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു ബെഡ്റൂം ആദ്യം കാണാം. കണ്ട ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂമാണിത്. താഴത്തെ ബെഡ്റൂമിന്റെ അതേ ഇത് തന്നെ മുകളിലോട്ട് ഉണ്ട്. ഇതിന് സീലിംഗ് ബെഡ്റൂമിനൊക്കെ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത്, പിന്നെ AC ഞാൻ പറയണ്ടോ, എല്ലാ റൂമും AC ആണ്. അത്യാവശ്യം നല്ല ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ബാത്റൂം കാണാം. ഇതിന്റെ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ ടബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിടന്ന് കുളിക്കാനുള്ളവർക്ക് ഇനി കിടന്ന് കുളിക്കാം. ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിൽ മാവേലിക്കരക്ക് പോണ റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണം. 34 സെന്റ് സ്ഥലവും 34 സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണം. ഇതിന് മുകളിലത്തെ നിലയിൽ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യേണ്ട, ഒരു ചെറിയ കിച്ചൺ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വല്ല വെള്ളം ചൂടാക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാൻ വേണ്ടി
ഒരു കിച്ചൺ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോകണ്ട, എന്തെങ്കിലും ചൂടാക്കി കഴിക്കുക പിടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് രാത്രി നമ്മൾ വൈകിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടാവും. നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തേക്കുന്ന ഒരു കിച്ചണാണ്ട് ഇതും ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഉണ്ട് അവിടെ സ്റ്റൗവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ചൂടാക്കി കഴിക്കണമെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം കുടിക്കണമെങ്കിൽ താഴത്തോട്ട് ഇറങ്ങി പോകണ്ട, മുകളിൽ തന്നെ അതിനുള്ള സെറ്റപ്പ് അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളാണുള്ളത്. ഇതേ കൂട്ട് 2 ഫ്ലോറിലും ഇതേ കൂട്ട് ഒരു സിംഗിൾ ആവശ്യത്തിന് 2 കിച്ചണൊക്കെ ചെയ്യണ ഏതെങ്കിലും വീട് കണ്ടിട്ടുണ്ടോ? ഈ മുകളിലെ ഒരു കോമൺ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആരും ഉപയോഗിക്കണില്ല, ഇത് വെറുതെ കാലിയായിട്ട് കിടക്കണേ. അത്യാവശ്യം നല്ല ഒരു 10-10 ഒരു ബെഡ്റൂം, അതിനോട് ചേർന്ന് തന്നെ വേറൊരു റൂം. ഇതിങ്ങനെ ഒരുപാട് സെറ്റപ്പാണ് ഈ വീട്ടിലുള്ളത്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, ആ ഒരു രീതിക്കാണ് ഈ വീടിൻ്റെ നിർമ്മിച്ചേക്കണം. അപ്പോൾ ഈ വീടിൻ്റെ വില പറഞ്ഞില്ല. ഈ വീട് 34 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഈ 3500 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഈ കണ്ടീഷൻ ഉദ്ദേശിക്കുന്ന വില 2.25 കോടി രൂപയാണ്. എന്നിട്ട് ബാൽക്കണി നമുക്ക് പുറത്തോട്ടുള്ളൊരു കാഴ്ച കണ്ടു നോക്കട്ടെ. എന്താ ഒരു ലുക്ക് നോക്കി, നേരെ കാണുന്ന റോഡാണ്. ഇവിടെ എല്ലാം ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചേക്കണം. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. അതായത് എക്സിക്യൂട്ടീവ് വീടെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് വീട്, നമ്മൾ ലക്ഷറി വീട് എന്ത് വേണമെങ്കിലും പറയാം ഇതിന്. അത്രയും സെറ്റപ്പാണ്. എനിക്കാണെങ്കിൽ വീട് കണ്ടിട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ സൗകര്യവും ഉണ്ട്. കണ്ടോ, ഫ്രണ്ടിൽ തന്നെ ടാർ റോഡ്, എല്ലാ സൗകര്യവും, കിണർ, അങ്ങനെ ഇല്ലാത്ത സൗകര്യങ്ങളില്ല ഈ വീട്ടിൽ. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും തുണി ഉണക്കാനിടാനുള്ള സെറ്റപ്പൊക്കെ അത് വേറെ ഉണ്ട്. വലിയൊരു ഏരിയയാണിത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ തുണിയും കാര്യങ്ങളൊക്കെ കണ്ട. കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ് മുറ്റത്ത്. കണ്ട അത്യാവശ്യം എല്ലാ വാഴയും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് വേണം ചെയ്യാം. കാരണം 34 സെൻറ്റ് സ്ഥലമുണ്ട്. പിന്നെ ആ ഒരു ബിൽഡിങ് അത് പണിക്കാർ താമസിക്കണത്. പുള്ളിക്ക് ഞാൻ പറഞ്ഞില്ല ബിൽഡറാണെന്ന്. അപ്പോൾ തടിയൊക്കെ ഇവിടെ നിന്ന് പണിതാണ് കൊണ്ടുപോകണം. പിന്നെ ഈ വീടിൻ്റെ 2 സ്റ്റെയർ കേസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ രാത്രിയൊക്കെ വൈകിയൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ആക്കോറുണ്ടെങ്കിൽ ഇതുവഴി തുറന്ന് മുകളിൽ കയറി കിടന്ന് ഉറങ്ങാം. വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ കാരണം രാത്രി എവിടെയെങ്കിലുമൊക്കെ ലോങ് യാത്രയൊക്കെ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സൗകര്യമില്ല. വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, നേരെ കയറി റൂമിൽ കയറി കിടന്ന് ഉറങ്ങാം. ഇതിന്റെ ബാക്കിൽ ബാക്കും എല്ലാവരും നല്ല സെറ്റപ്പാണ്. ഇഷ്ടംപോലെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയൊക്കെയാണ്. പിന്നെ ഇപ്പുറത്തെ ഷെഡിലാണെന്നുണ്ടെങ്കിൽ 2 ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം അത് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം നാച്ചുറൽ സ്റ്റോണാണ് ഈ ഫ്ലോറിൽ ഇട്ടേക്കണം. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തും വിശാലമായിട്ട് സ്ഥലം കിടക്കണം. കാരണം 34 സെൻറ്റ് സ്ഥലമുണ്ട്. 34 സെൻറ്റ് സ്ഥലം 3500 സ്ക്വയർ ഫീറ്റ് വീടും. അപ്പോൾ ഈ വീട് ഇഷ്ടമായാൽ ഡിസ്പ്ലേ കാർഡ്